ഷോപ്പിയാനിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ സൈന്യം 3 ലഷ്കർ ഭീകരരെ വധിച്ചു. രാഷ്ട്രീയ റൈഫിൾസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നുള്ള തെരച്ചിലിൽ ഷൊക്കാൽ കെല്ലർ മേഖലയിൽ നടത്തിയ തെരച്ചിലാണ് ഭീകരരെ വകവരുത്തിയത്. ലഷ്കർ-ഇ തയ്ബ ചീഫ് ഓപ്പറേഷൻസ് കമാൻഡർമാരായ ഷാഹിദ്, ഷാഫി അഹമ്മദ് ദാർ എന്നിവരെയാണ് വധിച്ചത്. ഒരാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഷോപ്പിയാനിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഷോപ്പിയാനിൽ സൈന്യം നടത്തിയിട്ടുള്ള ഓപ്പറേഷനിൽ 3 ലഷ്കർ-ഇ തോയ്ബ ഭീകരരെയാണ് ഇന്ന് വധിച്ചിട്ടുള്ളത്. ഭീകരർ ആയുധങ്ങളുമായി തമ്പടിച്ചിട്ടുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാവിലെയാണ് സൈന്യത്തിലെ രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റ് ഓപ്പറേഷൻ കെല്ലർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടുള്ളത്. ഷോപ്പിയാനിൽ ഞാനിപ്പോൾ നിൽക്കുന്ന മേഖലയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ അകത്തേക്ക് വനമേഖലയിൽ കെല്ലർ വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളത്. കുൽഗാം, ഷോപ്പിയാൻ പ്രദേശങ്ങളുടെ ഇടയിലുള്ള വനമേഖലയിലാണ് അത്തരത്തിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ ലഷ്കർ-ഇ തോയ്ബയുടെ കശ്മീർ പതിപ്പായിട്ടുള്ള ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ കമാൻഡർ ഷഹീദ് കുട്ടി, കൂടാതെ ഷാഫി അഹമ്മദ് ദർ എന്നീ 2 കശ്മീരി ഭീകരവാദികളും കൂടാതെ ഒരു പാകിസ്ഥാൻ സ്വദേശിയുമാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. നിലവിൽ ഇപ്പോഴും വനമേഖലയിൽ പരിശോധന തുടരുകയാണ്. ഈ ലഷ്കർ-ഇ തോയ്ബയുടെ ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ കമാൻഡർ ഷഹീദ് കുട്ടിയുടെ ഉൾപ്പെടെയുള്ള ഭീകരരുടെ വീട് ദിവസങ്ങൾക്ക് മുൻപ് സൈന്യം കശ്മീരിൽ IED ബ്ലാസ്റ്റിൽ തകർത്തിരുന്നു. അതായത് ഷഹീദ് കുട്ടി ഉൾപ്പെടെയുള്ള ഈ ലഷ്കർ-ഇ തോയ്ബയുടെ ഭീകരരെ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി സൈന്യം ട്രേസ് ചെയ്തു വരികയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റ് ഓപ്പറേഷൻ കെല്ലർ നടപ്പാക്കുകയും പ്രത്യേക പരിശോധന നടത്തുകയും ഈ ഭീകരരെ കണ്ടെത്തുകയും തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലാണ് 3 ലഷ്കർ-ഇ തോയ്ബ ഭീകരരെ വധിച്ചിട്ടുള്ളത്. കൂടാതെ ഷോപ്പിയാന് പിറകെ ജമ്മു കാശ്മീരിലെ അതിർത്തി മേഖലകൾ, ഗ്രാമങ്ങൾ, കൂടാതെ മുൻപ് ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മേഖലകളിലെല്ലാം തന്നെ സൈന്യത്തിന്റെ പ്രത്യേക പരിശോധന തുടരുകയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അതിർ മേഖലയിൽ ഭീകരരും ഒപ്പം പാക് സൈന്യവും വലിയ പ്രകോപനത്തിന് ശ്രമിച്ചുവെങ്കിൽ പോലും ഒരു തരത്തിലും ഭാരതത്തെ ആക്രമിക്കാൻ അല്ലെങ്കിൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ പാക് സൈന്യത്തിന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് നിലവിൽ രാജ്യത്തിനകത്തുള്ള സ്ലീപ്പർ സെല്ലുകളെ ഉപയോഗിച്ചുകൊണ്ട് ലഷ്കർ-ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾ സ്ഫോടനം ഉൾപ്പെടെയുള്ള ഭീകരാക്രമണത്തിന് ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി പ്രത്യേക ഓപ്പറേഷനുകളും പരിശോധനയും വിവിധ മേഖലകളിൽ നടത്തുന്നത്. അത്തരത്തിൽ ഷോപ്പിയാൻ മേഖലയിൽ നടത്തിയിട്ടുള്ള പരിശോധനയാണ് ഏറ്റുമുട്ടലിലേക്ക് എത്തുകയും 3 ലഷ്കർ-ഇ തോയ്ബ ഭീകരരെ വധിക്കുകയും ചെയ്തിട്ടുള്ളത്. മേഖലയിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഞങ്ങൾ ഇപ്പോഴുള്ളത് ഷോപ്പിയാനിലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിന്ന് 8 കിലോമീറ്റർ അകലെ കെല്ലർ വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രാദേശിക സഹായം ചെയ്തതിൽ ഈ ഷഹീദ് കുട്ടി ഉൾപ്പെടെയുള്ള ഭീകരരുണ്ട് എന്ന നിഗമനം ദേശീയ അന്വേഷണ ഏജൻസിക്കും സൈന്യത്തിനും ഉണ്ടായിരുന്നു. അതേ തുടർന്നായിരുന്നു ഈ ഭീകരന്റെ വീട് സൈന്യം ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ട് IED ഉപയോഗിച്ചുകൊണ്ട് സ്ഫോടനം നടത്തി തകർത്തത്. അത്തരത്തിൽ ഭീകരവാദികൾക്കെതിരെ നിലവിൽ ജമ്മു കാശ്മീരിലുള്ള സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ തോയ്ബ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾക്കെതിരെ വളരെ കൃത്യമായ നിരീക്ഷണവും അന്വേഷണവും പരിശോധനയും സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് നടന്നു വരികയാണ്. ഷോപ്പിയാനിൽ നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.